ഹലോ, ഇന്ന് നമ്മൾ കേട്ടറ്റ് എക്സാമിന് 2022 ഫെബ്രുവരിയിൽ ചോദിച്ച സോഷ്യൽ സയൻസിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. മെസോസ്ഫിയർ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു? മെസോസ്ഫിയർ നമുക്കറിയാം എത്രാമത്തെ ലെയറാണ്. അന്തരീക്ഷത്തിന് 5 പാളികളുണ്ട്. അതിൽ എത്രാമത്തെ ലെയറാണ് മെസോസ്ഫിയർ എന്ന് നോക്കിയാൽ തന്നെ കിട്ടും. ഉത്തരം നോക്കൂ. 0 മുതൽ 17 കിലോമീറ്റർ വരെ, 17 മുതൽ 50 കിലോമീറ്റർ വരെ, 50 മുതൽ 80 കിലോമീറ്റർ വരെ, 80 മുതൽ 400 കിലോമീറ്റർ വരെ. ഉത്തരം ഏതായിരിക്കും? നമുക്കറിയാം 50 മുതൽ 80 കിലോമീറ്റർ വരെ. അന്തരീക്ഷ പാളികൾ ആദ്യം ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെയാണ് മെസോസ്ഫിയർ. ഇത് ശ്രദ്ധിക്കേണ്ടത്, മെസോസ്ഫിയറിലാണ് ഏറ്റവും തണുപ്പുള്ള ഭാഗം. അതായത് മറ്റു അന്തരീക്ഷത്തിൽ നിന്ന് ഒരുപാട് ഉൽക്കകളൊക്കെ നമുക്കറിയാം. ഉൽക്കകളൊക്കെ വരുമ്പോൾ അത് കത്തിച്ചാമ്പലാവുന്നത് മെസോസ്ഫിയറിൽ വെച്ചാണ്. അതുപോലെ ഓസോൺ ലെയർ ഏത് സ്ഫിയറിലാണ്, ഏത് ലെയറിലാണ്? നമുക്കറിയാം അത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയൊക്കെ ഉള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എം വിശ്വേശ്വരയ്യാണ് കേട്ടോ, എം വിശ്വേശ്വരയ്യ. അടുത്ത ചോദ്യം നോക്കാം. നൽകിയിട്ടുള്ളവയിൽ ഏറ്റവും നീളമുള്ളത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. നമുക്കറിയാം ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന്, അതുപോലെ ഇക്വേറ്റർ, ഗ്രീനിച്ച് രേഖ അതായത് ഗ്രീനിച്ച് ലൈൻ, അതുപോലെ ഉത്തരായന രേഖ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിൽ ഏറ്റവും നീളമുള്ളത് ഏതാണ്? അത് ഭൂമധ്യരേഖയാണ്, ഇക്വേറ്ററിനാണ് കേട്ടോ. അടുത്ത ചോദ്യം, സുൽത്താന റസിയ ഉൾപ്പെട്ട രാജവംശം. ഡൽഹി സുൽത്താനേറ്റിലുള്ള ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. അവർ ഏത് രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു? ആരായിരുന്നു? മംലൂക്ക്, അടിമ രാജവംശം. നമുക്കറിയാം കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന അടിമ വംശത്തിലെ വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വംശത്തിൽ തന്നെയാണ് സുൽത്താന റസിയയും ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതി ഏതാണ്? നമ്മൾ നേരത്തെ സോഷ്യലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ അതിൽ വന്നതാണ് നികുതിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. ഡയറക്റ്റ് ടാക്സ് ഏതാണ്? ഇതിൽ ഉത്തരം ഏതായിരിക്കും? വ്യക്തിഗത വരുമാന നികുതി, പേഴ്സണൽ ഇൻകം ടാക്സ്. മറ്റുള്ളതൊക്കെ എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റം ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലേ? എന്നാൽ നേരിട്ടൊരു വ്യക്തി കൊടുക്കേണ്ടതാണ് എന്ത്? ഇൻകം ടാക്സ്. ക്ലിയർ? അടുത്തത്, നീതി ആയോഗിൻ്റെ ചെയർമാൻ ആണ് ആര്? നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. വൈസ് ചെയർമാൻ അല്ലേ? അതുപോലെ CEO, അതിലൊക്കെയാണ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത്. അടുത്ത ചോദ്യം, സിഗറാത്തുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ കണ്ടെത്തുക. സിഗറാത്തുകൾ ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഏതാണ്? മെസൊപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഹാരപ്പൻ. ഉത്തരം മെസൊപ്പൊട്ടോമിയൻ ആണ് കേട്ടോ, മെസൊപ്പൊട്ടോമിയൻ. അത് സിഗുറാത്ത് എന്താണ്? അവരുടെ ആരാധനാലയങ്ങളാണ് അല്ലേ? അടുത്ത ചോദ്യം, വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയായിരുന്നു? സിമ്പിൾ ചോദ്യമാണ്. ഇംഗ്ലണ്ടിലായിരുന്നു. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചതാണ് വ്യവസായ വിപ്ലവം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? മത്സ്യബന്ധനം, കൃഷി, വ്യവസായം, നിർമ്മാണം അല്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ഏതിൻ്റെ? ഗോതമ്പിൻ്റെ കൃഷിയുമായിട്ടാണ് ഹരിത വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? MS സ്വാമിനാഥൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതാവായിരുന്ന വനിത ആരാണ്? അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ, ക്യാപ്റ്റൻ ലക്ഷ്മി, അന്ന ചാണ്ടി. ആരായിരുന്നു? ക്യാപ്റ്റൻ ലക്ഷ്മി. അക്കമ്മ ചെറിയാനൊക്കെ നമുക്കറിയാം, ഒരുപാട് തിരുവിതാംകൂറിലേക്കൊക്കെ ഒരുപാട് പ്രക്ഷോഭം നയിച്ച. അതുപോലെ ആനി മസ്ക്രീൻ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അന്ന ചാണ്ടിയും അതുപോലെ തന്നെയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളതിൽ സിന്ധു തട സംസ്കാരത്തിലെ നഗരത്തിൽ ഉൾപ്പെടാത്തതിനെ കണ്ടെത്തുക. ഹാരപ്പ, കാലിബംഗൻ, മഗധ, ലോത്താൾ. ഏതായിരിക്കും? മഗധയാണ് കേട്ടോ, മഗധ. അപ്പോൾ ഇതൊക്കെ ചോദിക്കുക, ഹാരപ്പ എവിടെയാണ്? അത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് അല്ലേ? കാലിബംഗൻ രാജസ്ഥാനിലാണ്, ലോത്താൽ ഗുജറാത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ ഗവൺമെൻറ്റിൻ്റെ ബാങ്കർ അല്ലേ? എന്താണ്? ബാങ്കർ ടു ദ ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏത്? SBI ആണോ, നബാർഡാണോ, RBI ആണോ, RRB ആണോ? ആരാണ്? RBI ആണ് കേട്ടോ, RBI. അടുത്ത ചോദ്യം, കൊർദോവ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ഉത്തരം
ഡി ആണ് കേട്ടോ, സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ധമ്മ നയം സ്വീകരിച്ച ഭരണാധികാരിയുടെ പേരെഴുതുക. അല്ലേ, ധർമ്മ നയം അത് ആരുടെ ഏത് ഭരണാധികാരിയാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ, കനിഷ്കൻ, സമുദ്രഗുപ്തൻ, അശോകൻ. ആരുടേതാണ്? അശോകൻ്റേതാണ് കേട്ടോ, അശോകൻ. അടുത്ത ചോദ്യം, ചെറിയ ഉരുളൻ ഐസ് കഷ്ണങ്ങളുടെ രൂപത്തിലുള്ള വർഷണമേത്? നമ്മൾ വർഷണങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രസിപ്പിറ്റേഷൻ എന്ന് പറയും. അത് ദ്രാവകത്തിൻ്റെ, അതായത് ലിക്വിഡിൻ്റെ ഫോമിൽ, സാധാരണ ലിക്വിഡ് ആണെങ്കിൽ നമുക്കെന്ത് പറയാം? മഴ എന്ന് പറയാം. അതല്ല, അത് മഞ്ഞിൻ്റെ രൂപത്തിൽ നമുക്കെന്ത് പറയാം? സ്നോഫാൾ എന്ന് പറയാം. കുറച്ച് ചെറിയ ഐസുകളാണെങ്കിൽ അതിന് എന്ത് പറയും? ആലിപ്പഴ വർഷം എന്ന് പറയാം കേട്ടോ. ഹിമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രാവിലെയൊക്കെ നിങ്ങൾ ഇലയുടെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ഒരു തുള്ളി പോലെ, അതിന് നമുക്കെന്ത് പറയാം? ഹിമം എന്ന് പറയാം. അടുത്ത ചോദ്യം, ഛത്രപതി എന്ന പേര് സ്വീകരിച്ച വ്യക്തി ആരായിരുന്നു? രാജരാജ ചോളൻ, ശിവജി, രാജേന്ദ്ര ചോളൻ, ബീർബൽ. ആരാണ്? ശിവജി. ഛത്രപതി ശിവാജിയാണ്. ശിവജി, ശിവാജി. അടുത്ത ചോദ്യം, തീമാറ്റിക് ഭൂപടം അല്ലാത്തതേത്? തീമാറ്റിക്, മഴയെക്കുറിച്ചും അതുപോലെ തന്നെ മണ്ണിനെക്കുറിച്ചൊക്കെ അല്ലേ, ഒക്കെ തീമാറ്റിക് ഭൂപടങ്ങളാണ്. ഏതല്ലാത്തത്? ധാരാതലീയ ഭൂപടം, ടോപ്പോഗ്രാഫിക്കൽ മാപ്പാണെന്ത്? തീമാറ്റിക് ഭൂപടം അല്ലാത്തത്. ഇന്ത്യയിൽ തീരപ്രദേശമുള്ള സംസ്ഥാനങ്ങൾ എത്ര സംസ്ഥാനങ്ങളുണ്ട്? 9 സംസ്ഥാനങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഹരിതഗൃഹ വാതകമേത്? ഹരിതഗൃഹ നമുക്കറിയാം, ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ, ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അതിൻ്റെ എഫക്റ്റിൻ്റെ ഫലമായിട്ടാണ് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതും. അപ്പോൾ അതിന് കാരണമാവുന്ന ഗ്യാസുകളിൽ പെട്ടതേത്? കാർബൺ ഡയോക്സൈഡ്, CO2 അല്ലേ. അടുത്ത ചോദ്യം, ശരിയായ ജോഡിയേത്? കാറ്റിൻ്റെ ദിശ അളക്കുന്നത് ബാരോമീറ്റർ ആണോ? അല്ല. അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് തെർമോമീറ്റർ ആണോ? അതുമല്ല. കാറ്റിൻ്റെ വേഗം അളക്കുന്നത് അനിമോമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാറ്റിൻ്റെ അല്ലേ ബാരോമീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നതാണ്? അതാണെന്ത്? അന്തരീക്ഷ മർദ്ദം, അതിന് വേണ്ടിയിട്ടാണ് ബാരോമീറ്റർ. അതേസമയത്ത് തെർമോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക? തെർമോമീറ്റർ നമുക്കറിയാം, താപനില അല്ലേ, ചൂട് ഒക്കെ മനസ്സിലാക്കുക. തെർമോമീറ്റർ കൊണ്ടാണ് നമ്മൾ താപനില മനസ്സിലാക്കുന്നത്. അതേപോലെ ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി, അന്തരീക്ഷത്തിലുള്ള ഹ്യൂമിഡിറ്റി മനസ്സിലാക്കാൻ ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 1 സെൻറ്റിമീറ്റർ 4 കിലോമീറ്ററിനെ കാണിക്കുന്നു എന്ന പ്രസ്താവന രീതിയിലുള്ള തോതിനെ പ്രദർശക ഭിന്നമാക്കുക എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്കെയിൽ 1 cm to 4 into റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ. അതാണ് സിമ്പിൾ. അപ്പോൾ ഈ രീതി, ഇതിൻ്റെ ഉത്തരം ഏതായിരിക്കും? 1:4 lakh എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, കായാന്തരിക ശില ഏത് എന്ന് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്ക് ഏതാണ്? മാർബിൾ, ബസാൾട്ട്, ചുണ്ണാമ്പ് കല്ല്, ഗ്രാനൈറ്റ്. ഏതാണ്? മാർബിളാണ് കേട്ടോ. മാർബിളാണ് മെറ്റമോർഫിക് റോക്ക്. നമുക്കറിയാം, റോക്ക് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഇഗ്നസ് ആണ്, അത് പൊടിഞ്ഞ് സെഡിമെൻ്ററി റോക്ക് ആവുന്നു അല്ലേ. അത് കഴിഞ്ഞ് ഈ സെഡിമെൻ്ററി റോക്സ് ആണ് പിന്നീട് വീണ്ടും ഭൂമിക്കടിയിൽ നിന്ന് മർദ്ദവും ചൂടൊക്കെ വന്നിട്ട് മെറ്റമോർഫിക് റോക്കായി മാറുന്നത്. അതിൽപ്പെട്ടതാണ് ഇത് മാർബിളൊക്കെ കേട്ടോ. ഇഗ്നസ്, അതായത് ഇഗ്നസ് റോക്കിൽ പെട്ടതാണ് ഏതൊക്കെ? ഗ്രാനൈറ്റ് പോലെയുള്ളതൊക്കെ ഇഗ്നസ് റോക്കിൽ പെട്ടതാണ്. അടുത്ത ചോദ്യം, മധ്യകാല കേരളത്തിൽ നിലനിന്ന കച്ചവട സംഘം ഏതായിരുന്നു? സ്വരൂപം, നാട്, അഞ്ചുവണ്ണം, വട്ടെഴുത്ത്. ഏതാണ്? അഞ്ചുവണ്ണമാണ് കച്ചവട സംഘത്തിൻ്റെ. സ്വരൂപം, നാട് ഒക്കെ നമുക്ക് എന്താ പറയുക, അന്ന് സ്വരൂപങ്ങളായിരുന്നു അല്ലേ. കോഴിക്കോടൊക്കെ ഓരോ സ്വരൂപങ്ങളായിരുന്നു. വട്ടെഴുത്ത് അന്നത്തെ മലയാളത്തിൻ്റെ എഴുത്ത് രീതിയായിരുന്നു. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം 1764, 1783, 1767, 1757. ഉത്തരം ഏതാണ്? 1757. ശ്രദ്ധിക്കുക, 1764 ഏത് യുദ്ധം? ബക്സാർ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഏതെല്ലാം ഭ്രമണപഥങ്ങൾക്കിടയിലാണ് ഭൂമിയുടെ ഭ്രമണപഥം? ഏതൊക്കെ? ശുക്രനും ചൊവ്വക്കും ഇടയിലാണ്. ഏതിൻ്റെ ഇടയിലാണ്? ശുക്രനും ചൊവ്വക്കും ഇടയിലാണ് ഭൂമിയുടെ ഭ്രമണപഥം. അടുത്ത ചോദ്യം, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരാണ്? ലോകമാന്യ ലാലാ ലജ്പത് റായ്, ആനി ബസന്റ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ആരാണ്? ബാലഗംഗാധര തിലക്. ഇതിൽ ചോദിക്കുക, ഇതിലുള്ള ഓപ്ഷനിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ലാൽ, ബാൽ, പാൽ. അതിൽ ലാലാ ലജ്പത് റായ് ആണ് ലാൽ, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാലാണ് ആര്? പാൽ. ഇത് മുമ്പുള്ള
ചോദ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി ഏത്? മഹാനദി, കൃഷ്ണ, കാവേരി, ഗോദാവരി. ഏതാണ്? ഗോദാവരിയാണ് കേട്ടോ. അതാണ് ഏറ്റവും നീളമുള്ള ഉപദ്വീപീയ നദി. ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ കാവേരിയും കൃഷ്ണയും മഹാനദിയും ഒക്കെ എങ്ങോട്ടാണ് ഒഴുകുന്നത്? കിഴക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ? കിഴക്കോട്ടാണ് അല്ലേ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതാണ്? ഉപദ്വീപീയ നദികൾ നർമ്മദ, താപ്തി ഇവയൊക്കെ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഭൂവൽക്കം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് എന്താണ്? സിലിക്കേറ്റുകൾ, ശിലാദ്രവം അതായത് മാഗ്മ, ലോഹങ്ങളും സിലിക്കേറ്റുകളും സമ്മിശ്രമായിട്ടാണ്. ലോഹങ്ങൾ മാത്രം. ഏതാണ്? പ്രധാനമായും ഉൾക്കൊള്ളുന്നത് സിലിക്കേറ്റുകളാണ് കേട്ടോ. പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത് സിലിക്കേറ്റുകളാണ്. അടുത്ത ചോദ്യം, കുറിഞ്ഞിത്തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്താണ്? വരണ്ട പ്രദേശം, കുന്നിൻ പ്രദേശം, തീരപ്രദേശം, പുൽമേട്. ഏതാണ്? ഒരു കുന്നിൻ പ്രദേശമാണ് അല്ലേ. കുന്നിൻ പ്രദേശം. നമുക്കറിയാം വരണ്ട പ്രദേശമാണ് ഏതാണ്? മരുതം പറയുന്നതാണ് വരണ്ടത്. തീരപ്രദേശമാണ് ഏത്? നെയ്തൽ. ഓക്കെ. പുൽമേടുകൾ മുല്ലൈ. ഓക്കെ. പിന്നെ നമ്മൾ ഇത് ആലോചിച്ചാൽ മതി, കുറിഞ്ഞി, കുന്ന്, രണ്ടും കു എന്നല്ലേ. ആ കോഡ് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ് വ്യവസ്ഥയുമായി സമന്വയിപ്പിക്കുന്നതിനെ അറിയപ്പെടുന്നത് എന്താണ്? ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം ഇവയൊന്നുമല്ല. എന്താണ്? ആഗോളവൽക്കരണമാണ് കേട്ടോ. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ സർക്കാർ നടത്തുന്ന സംവിധാനത്തിലേക്ക് സാധാരണ സ്വകാര്യ വ്യക്തികളെ പങ്കെടുപ്പിക്കുക, അവർക്ക് നിക്ഷേപത്തിനൊക്കെ ചാൻസ് കൊടുക്കുന്നതാണ്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാലോ, ഒരുപാട് നിയമങ്ങൾ, ലൈസൻസ് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് കർശനമായ നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ കർശനമായ നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുക? ലഘൂകരിക്കുന്നതിനാണ് ഉദാരവൽക്കരണം എന്ന് പറയാം. അപ്പോൾ നമുക്ക് LPG എന്ന് ആലോചിക്കുക, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. താങ്ക് യു.